സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. നെഹ്റു. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് എന്നാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. അത് 1954 1954. ഫ്രാൻസിന്റെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954. 1954 ഫ്രാൻസിന്റെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യയോട് ചേർക്കപ്പെട്ടത്. പോർച്ചുഗലിന്റെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങളായ ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷമാണ് 1961. ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗലിന്റെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഇത് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം 1961. ഗേഡയിലെ കർഷക സമരം എന്നായിരുന്നു? ഗേഡയിലെ കർഷക സമരം 1918 1918. സിവിൽ നിയമലംഘന സമരം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്? സിവിൽ നിയമലംഘന സമരം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധപരമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധപരമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ ചുമതല ആർക്കായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ ചുമതല ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി. ഡാഷ്ലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. എവിടത്തെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്? ചമ്പാരനിലെയാണ്. ചമ്പാരൻ. ചമ്പാരൻ സമരം നടന്ന വർഷം? ചമ്പാരൻ സമരം നടന്നത് 1917 1917. അഹമ്മദാബാദ് തുണി മിൽ സമരത്തിന്റെ കാരണം? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം എന്തായിരുന്നു? പ്ലേഗ് ബോണസിനെ കുറിച്ചുള്ള തർക്കമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം. പ്ലേഗ് ബോണസിനെ കുറിച്ചുള്ള തർക്കം. 1918 പരുത്തി തുണിമിൽ തൊഴിലാളികളുടെ സമരം നടന്നത് എവിടെയാണ്? 1918 പരുത്തി തുണിമിൽ തൊഴിലാളികളുടെ സമരം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണ്? 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം. 1919 ഏപ്രിൽ 13 പ്രാധാന്യം എന്ത്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13.
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ആരായിരുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ജനറൽ ഡയർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരമാണ്. നിസ്സഹരണ സമരം. ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാനിടയായ സാഹചര്യം ഏതായിരുന്നു? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹരണ സമരം നിർത്തിവെച്ചത്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആലുവയിലാണ്. ആലുവ. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു ആണ്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാരാണ്? യോഗക്ഷേമ സഭ വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷത്തിലാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. 1888. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്താണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. 1956 നവംബർ 1. ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിയൻ ആശയം ഏതാണ്? ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിയൻ ആശയം ഏത് എന്ന് ചോദിച്ചാൽ ഗ്രാമസ്വരാജ് ആണ്. ഗ്രാമസ്വരാജ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വിശേഷിപ്പിച്ചത് ഏത് ഭരണ നവീകരണത്തെക്കുറിച്ചാണ്? എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭിക്കുന്ന പദ്ധതി എന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പ്രസ്താവിച്ചത് ഇ ഗവേണൻസിനെ കുറിച്ചാണ്. ഇ ഗവേണൻസ്. വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്? വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ ഏതാണ്? ലോകായുക്തയാണ്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കുവാനും പരിഹാരം കാണുവാനുമായി രൂപം കൊണ്ട സംവിധാനം. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കുവാനും പരിഹാരം കാണുവാനുമായിട്ട് രൂപം കൊണ്ട സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. കേന്ദ്ര സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസി ഏത്? കേന്ദ്ര സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ബ്രിട്ടീഷുകാർ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ദക്ഷിണേന്ത്യയിൽ റയട്ട് വാരി വ്യവസ്ഥ. റയട്ട് വാരി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ മഹൽവാരി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിലെ റയട്ട് വാരി വ്യവസ്ഥ. കുറിച്യ കലാപം ആരുടെ നേതൃത്വത്തിലായിരുന്നു? കുറിച്യ കലാപം
രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം കൂടംകുളമാണ്. കൂടംകുളം. ഞെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞെള്ളാണി ഏലമാണ്. ഞെള്ളാണി ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ ആണ്. രാജസ്ഥാനിലെ ജയ്സാൽമീർ. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം മഞ്ഞയാണ്. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം മഞ്ഞ. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. ഹൃദയവാൽവ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് OM നമ്പ്യാർ. OM നമ്പ്യാർ. അർത്ഥശാസ്ത്രം രചിച്ചത് ആര്? അർത്ഥശാസ്ത്രം രചിച്ചത് കൗട്ടില്യനാണ്. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രം. കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കാർഗിൽ യുദ്ധം 1999 കാർഗിൽ യുദ്ധം നടന്നത്. 1999. കടുവയുടെ ക്രോമസോം സംഖ്യ 38 കടുവയുടെ ക്രോമസോം സംഖ്യ 38. അക്ഷരങ്ങളെയും വാക്കുകളെയും തിരിച്ചറിയുവാൻ കഴിയാത്ത തലച്ചോറിന്റെ അവസ്ഥ. അക്ഷരങ്ങളെയും വാക്കുകളെയും തിരിച്ചറിയുവാൻ കഴിയാത്ത തലച്ചോറിന്റെ അവസ്ഥയാണ് ഡിസ്ലെക്സിയ എന്നത്. ഡിസ്ലെക്സിയ. താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ പ്രവേഗം. താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ വേഗം എന്താണ് സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ വേഗം കൂടുന്നു. മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം. മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്. മഴവിൽ ലോഹം ഇറിഡിയം ആണ്. ഇറിഡിയം. വായുവിൽ പുകയുന്ന ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്. മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൺസയാണ്. അൽഫോൺസ മാമ്പഴമാണ് മാങ്ങകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏതു മരത്തിൻ്റെതാണ്? കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തേക്കാണ്. തേക്ക്. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണ് ഇവ? വാഗ്ഭടാനന്ദന്റെ വാക്കുകളാണ്. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണിവ? വാഗ്ഭടാനന്ദൻ. AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ ഡൽഹിയിലാണ്. പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AK ഗോപാലനൊപ്പം 1 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AK ഗോപാലനൊപ്പം 1 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത് ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരാണ്. ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ. ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ടി ഭാസ്കരൻ. ടി ഭാസ്കരൻ. വിനായകാഷ്ടകം രചിച്ചത്. വിനായകാഷ്ടകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കുമാരനാശാന്റെ ഏത് രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? മദനൻ എന്നത് ലീല എന്ന രചനയിലെ നായക കഥാപാത്രമാണ്. ലീല എന്നത് ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. ഭാരതത്തിലെ
ഏത് ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി ഗണിക്കപ്പെടുന്നത്? സംസ്കൃതമാണ്. ഭാരതത്തിലെ ഏത് ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായിട്ട് ഗണിക്കപ്പെടുന്നത്? സംസ്കൃതം. ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ. എറിത്രിയൻ കടൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? എറിത്രിയൻ കടൽ ചെങ്കടലാണ്. ചെങ്കടൽ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയതാരാണ്? കാളിദാസൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം? അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞത് മീസോസ്ഫിയർ ആണ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗമാണ് കോക്ലിയ. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. വസൂരിക്ക് കാരണമായ രോഗകാരിയാണ് വേരിയോള വൈറസ്. ഗോവ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയാണ് അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വരാജ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽ വയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം മീത്തേൻ ആണ്. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകമാണ് മീത്തേൻ. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന തെങ്ങിൻ്റെ വിത്തിനമാണ് കൊച്ചിൻ ചൈന എന്നത്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ സ്ഥാപിതമായ വർഷം? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ 1948 1948. നാഷണൽ മെറ്റലർജിക്കൽ സൊസൈറ്റി എവിടെയാണ്? നാഷണൽ മെറ്റലർജിക്കൽ സൊസൈറ്റി ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം? വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നത് അമീറ്റർ ആണ്. അമീറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. യുറേനിയം 235 അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ആൽഫ ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആൽഫ ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ച. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ച. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ്. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ്. ഊർജത്തിന്റെ CGS യൂണിറ്റ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. എർഗ്. 2 വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. 2 വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. അവസാനത്തെ ചോദ്യം, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.